ഓരോ യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴും ഓർക്കാറുണ്ട്, അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആകരുത്, ഇങ്ങനെ തിരക്ക് പിടിച്ചിറങ്ങരുത്. സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം പതുക്കെ അടുക്കി വെച്ച് റെഡിയായി ഇറങ്ങണമെന്ന്. ഇപ്രാവശ്യവും പക്ഷേ പതിവ് പോലെ തന്നെ ഓട്ടപ്പെടുത്താം. താഴെ ഊബർ ചേട്ടൻ വന്നിട്ട് ഫോൺ ചെയ്യുന്ന സമയത്താണ് പെട്ടിയും പൂട്ടി വാതിലൊക്കെ അടച്ച് ഓടിപ്പിടച്ചിറങ്ങിയത്. പിന്നെ ബോബുവിനെ രാവിലെ സ്കൂളിൽ വിട്ടതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് ബോബുവിനെ പിക്ക് ചെയ്യണമായിരുന്നു. നേരെ പട്ടം ഗേൾസ് HSSലേക്ക് ബോബുവിനെയും പിക്ക് ചെയ്ത് 4 മണിയുടെ വന്ദേ ഭാരതിനായുള്ള ഓട്ടം. പതിവിൽ കവിഞ്ഞ് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നേരത്തെ ഇറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അരമണിക്കൂർ മുമ്പേ റെയിൽവേ സ്റ്റേഷനിലെത്തി വന്ദേ ഭാരതിലേക്ക് കയറാൻ പറ്റി. ഓരോ യാത്രകളും ഓരോ തരം സന്തോഷങ്ങളാണ്. ഇന്ന് യാത്ര പോകുന്നത് ഞങ്ങളുടെ പുതുതലമുറയിലെ ആദ്യത്തെ കണ്ണിയുടെ വിവാഹമാണ്, ഞങ്ങളുടെ ദിവ്യയുടെ. അതിനുവേണ്ടി കണ്ണൂരേക്കുള്ള യാത്രയാണ്. കല്യാണത്തിലുപരി എല്ലാവരെയും കാണാനും എല്ലാവരും ഒത്തുകൂടുന്നതിൻ്റെയും സന്തോഷമൊന്ന് വേറെ തന്നെ. ബെബിയും ബോബുവും യാത്രകളോടൊക്കെ അഡ്ജസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ബോബുവിന് കുറച്ച് വായിക്കാൻ കിട്ടിയാലും ബെബിയുടെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ കൂടിയാലും 1-2 കളിപ്പാട്ടമൊക്കെ കൊടുത്താലും അവർ ഹാപ്പി ആയിരിക്കുന്നു. ഇതുപോലെ ഞങ്ങൾ കയറുന്ന ട്രെയിൻ ലേറ്റായിരുന്നു. 1 മണിക്കൂർ ലേറ്റായിട്ടാണ് കണ്ണൂർ ചെന്നെത്തിയത്. പിന്നെ നമ്മുടെ സ്വന്തം ആങ്ങളച്ചങ്കിൻ്റെ കൂടെ വീട്ടിലേക്ക്. അപ്പോൾ കല്യാണ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം. സന്തോഷത്തോടെ അച്ചിച്ചയുടെ അമ്മമ്മയുടെ അടുത്തേക്ക്. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.